നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ്, കീറ്റോൺ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, അങ്ങനെ പ്രധാനപ്പെട്ട നമ്മൾ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നോക്കാം. ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്ന ആറ്റങ്ങളെയോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം തിരിച്ചറിയപ്പെടുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു സിമ്പിളായിട്ട് നമ്മൾ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജനും കാർബണും അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണിലെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി ആ സ്ഥാനത്ത് ഹൈഡ്രജൻ അല്ലാത്ത ഏതെങ്കിലും ഒരു ആറ്റം, ആറ്റമോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ഗ്രൂപ്പോ സ്ഥാപിക്കുകയാണെങ്കിൽ ആ സ്ഥാപിക്കപ്പെടുന്ന ആ ഗ്രൂപ്പ് അതിൻ്റെ ആ സംയുക്തത്തിന്റെ എല്ലാ സ്വഭാവത്തെയും നിയന്ത്രിക്കും. അതുകൊണ്ട് അത്തരം ആളുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നമ്മളൊരു ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് മാറി ആ സ്ഥാനത്ത് ഹൈഡ്രജൻ അല്ലാത്ത ഏതെങ്കിലും ഒരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ സ്ഥാപിക്കുകയാണെങ്കിൽ ആ സ്ഥാപിക്കപ്പെടുന്ന ഗ്രൂപ്പ് ആ സംയുക്തത്തിന്റെ എല്ലാ സ്വഭാവത്തെയും നിയന്ത്രിക്കും. അതുകൊണ്ടാണ് അത്തരം ഗ്രൂപ്പുകളെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അതർ ദാൻ ദ ഹൈഡ്രജൻ റീപ്ലേസ് ദ ഹൈഡ്രജൻ ഫ്രം ഹൈഡ്രോകാർബണിൽ നിന്ന് ആ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ അല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ആറ്റം ഗ്രൂപ്പോ അല്ലെങ്കിൽ ആറ്റമോ സ്ഥാപിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ പഠിക്കാൻ പോകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. HYDROXIL ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓർക്കുക, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെ പൊതുവെ ആൽക്കഹോളുകൾ എന്നറിയപ്പെടുന്നു. ആൽക്കഹോളുകൾ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെ പൊതുവെ നമ്മൾ എന്താണ് പറയുന്നത്? ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സംയുക്തങ്ങളുടെ രാസനാമം ഇവിടെ എഴുതുമ്പോൾ IUPAC നാമം എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ചേർക്കേണ്ട പ്രത്യയമാണ് ആൽക്കഹോളിന്റെ OL എന്ന് ചേർക്കുന്നു. ഇതാണ് OL. അപ്പൊ ഇത്രയും നമ്മൾ ഓർത്ത് വെക്കുക. അത് OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെ പൊതുവെ ആൽക്കഹോളുകൾ എന്ന് പറയപ്പെടുന്നു. ഈ ആൽക്കഹോളുകളുടെ IUPAC നാമം എഴുതുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏതാ ചേർക്കുന്നത്? ഓൾ എന്ന് ചേർക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ച ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് മീഥേൻ എന്ന് പറയുന്നത്. CH4 ആണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. മീഥേൻ CH4 തന്മാത്ര വാക്യം CH4, അതിന്റെ ഘടന കാർബണിന് എപ്പോഴും വാലൻസി എത്രയായിരിക്കും? 4 ആയിരിക്കും വാലൻസി. ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ നമ്മൾ ഏതാണ്? OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നു അല്ലേ? അപ്പൊ ഇത് എന്തായിരുന്നു? മീഥെയ്ൻ എന്നാണ് ഇത് എഴുതുന്നത് അല്ലേ? മീഥെയ്ൻ. ഈ മീഥെയ്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാം, അതാണ് കുറച്ചുകൂടി എളുപ്പം. METHAN, നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് മീഥെയ്ൻ അല്ലേ?
ആ മീഥൈനില് നമ്മൾ എച്ച് മാറിയിട്ട് അവിടെ OH ഗ്രൂപ്പാണ് വന്നത്. അപ്പൊ അവിടെ നമ്മൾ ഏതാണ് പ്രത്യേകം ചേർക്കേണ്ടത്? OL എന്ന് ചേർക്കുന്നു. അത് എവിടെയാണ്? METH അവിടെ ഈ മാറിയിട്ട് OL എന്ന് ചേർത്താൽ മതി. അപ്പൊ ഇതിനെ എങ്ങനെ പറയാം? ഇതിന്റെ IUPAC നാമം മെഥനോൾ എന്ന് പറയുന്നു. ഏതാണ്? മെഥനോൾ. മെഥനോൾ. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു? ഇവിടെ OH, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് അവിടെ OH ചേർത്തു. അപ്പൊ അതിന്റെ IUPAC നാമം എഴുതുമ്പോൾ മീഥൈന് പകരം ഈ മാറി, ഈ ആണ് അവിടെ നിന്ന് മാറിയത്. ഈ മാറിയിട്ട് അവിടെ എന്ത് ചേർത്താൽ മതി? OL, മെഥനോൾ. ഇതിനെങ്ങനെയാ എഴുതാം? മെഥനോൾ എന്ന് പറയുന്നു. അടുത്ത് നോക്കാം നമുക്ക് ഈഥൈൻ. ഈഥൈൻ ആണെങ്കിൽ ETHAN, ഈഥൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈഥൈനില് ഒരു ഹൈഡ്രജൻ ആറ്റം, ഈഥൈൻ എന്ന് പറഞ്ഞാൽ C2H6 ആണ് അല്ലേ? അവിടെ ഇതിന്റെ സ്ട്രക്ചർ ഇതുപോലെ എഴുതണ്ടല്ലോ. 2 കാർബൺ ഇവിടെയൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. H ഈഥൈൻ, ഇവിടെ OH അല്ലേ? അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ OH വരുമ്പോൾ ഇത് ഈഥൈൻ. ഈ ഈഥൈനില് ഈ മാറി അവിടെ എന്ത് എഴുതിയാൽ മതി? OL. അപ്പൊ എങ്ങനെ നമുക്ക് പറയാം ഈ സംയുക്തത്തിന്? എഥനോൾ എന്ന് പറയും അല്ലേ? എഥനോൾ, ETHANOL, എഥനോൾ എന്നറിയപ്പെടുന്നു. എഥനോൾ, മെഥനോൾ, എഥനോൾ. ഓക്കെ. അവിടെ ഈ മാറിയിട്ട് OL ചേർത്താൽ മതി. നമുക്കത് അങ്ങനെ കിട്ടും. ഇനി ഒരെണ്ണം നമുക്ക് നോക്കാം. ബ്യൂട്ട്, CH3, CH2, CH2OH. ഇവിടെ നോക്കാം. മെത്ത, എത്ത്, പ്രൊപ്പ് 3 കാർബൺ ആണ്. ഇത് പ്രൊപ്പൈൻ്റെ ആണ് വരുന്നത് അല്ലേ? പ്രൊപ്പൈൻ. അപ്പൊ 3 കാർബൺ ആറ്റം പ്രൊപ്പൈൻ. ഇത് എത്രാമത്തെ പൊസിഷനിലാണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കാം. ഏറ്റവും കുറവ് ഈ നമ്മുടെ ശാഖകൾ ബ്രാഞ്ച് വരുന്നതിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതുക? ഈ വലത്ത് നിന്ന് ഇങ്ങനെ ഇടത്തോട്ട് നമ്പർ ചെയ്യാം. 1 2 3. അപ്പൊ എങ്ങനെ എഴുതാം? പ്രൊപ്പാൻ 1, പിന്നെ ഏത് ചേർക്കണം? ഓളും ചേർക്കുക. പ്രൊപ്പാൻ 1 ഓൾ. പ്രൊപ്പാൻ 1 ഓൾ. പ്രൊപ്പാൻ 1 ഓൾ. ഇപ്പൊ ഇത് ഇവിടെ ഈ പൊസിഷനിലാണെങ്കിൽ 2 പൊസിഷനിലാണെങ്കിൽ ഇവിടെ OH വന്നെങ്കിൽ എങ്ങനെ എഴുതാം? പ്രൊപ്പാൻ 2 ഓൾ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നാമകരണം ചെയ്യുന്നത്. ഇതിന്റെ IUPAC നാമമാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞ മെഥനോൾ എന്ന് പറയുന്നത്. മെഥനോള്. ഇതിന്റെ എഥനോള്. പ്രൊപ്പാൻ 1 ഓള്. അപ്പൊ ഇതിന്റെ ഒരു സാധാരണ നാമം കൂടി നമുക്ക് നോക്കാം. മെഥനോൾ അറിയാം. മീഥൈൽ ആൽക്കഹോൾ എന്നാണ്. METHYL, മീഥൈൽ COHOL, ആൽക്കഹോൾ. ഈ മെഥനോൾ എന്ന് പറഞ്ഞതിന്റെ ഇത് മെഥനോൾ എന്ന് പറഞ്ഞത് ഏതാണ്? IUPAC നാമമാണ് പറഞ്ഞത്. അതിന് മീഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. അപ്പൊ എഥനോള് ഈഥൈൽ ആൽക്കഹോൾ എന്നാണ് സാധാരണ കോമൺ നെയിം. ഈഥൈൽ ആൽക്കഹോൾ. ഓക്കെ. ഈഥൈൽ, THYL, ഈഥൈൽ ആൽക്കഹോൾ. ഓക്കെ. അപ്പൊ ഇതിന്റെ നാമകരണം നമ്മൾ പഠിച്ചു. അതിനകത്ത് ഇത്രയും നോക്കിയാൽ മതി. നമ്മൾ ഈ മാറിയിട്ട് അവിടെ ഏതാ ചേർന്നത്? ആൽക്കഹോളാണ്. അപ്പൊ അതുകൊണ്ട് ON ചേർക്കുന്നു. ഈ ഒരു ഹൈഡ്രജൻ ആറ്റം മീഥൈനാണ്. മീഥൈനിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് അവിടെ OH ഗ്രൂപ്പ് വന്നു. അപ്പൊ നോക്കാം. മീഥൈനിലെ ഈ മാറിയിട്ട് അവിടെ O ചേർക്കുക. മെഥനോൾ. മെഥനോൾ എന്ന് പറയുന്ന IUPAC നാമമാണ്. അതിന്റെ സാധാരണ നാമമാണ് മീഥൈൽ ആൽക്കഹോൾ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് കാർബോക്സിലിക് ഗ്രൂപ്പ് നോക്കാം. കാർബോക്സിലിക് ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പില് COOH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഏതാണ്? COOH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നു. അതാണ് ആദ്യം നമ്മൾ ചേർക്കേണ്ടത്. COOH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളാണ് കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പിൽ ഏതാണ്? COO
എച്ച് COOH ആണ് അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അവയെ ഇപ്പോൾ COOH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെ പൊതുവെ കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്നു. ഏതാണ്? കാർബോക്സിലിക് ആസിഡ്. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. HCOOH ഇവിടെ നമ്മൾ ഏതാണെന്ന് പറയാ. ഇതിന്റെ നമ്മൾ നാമകരണം ചെയ്യുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എല്ലാത്തിന്റെ പഠിക്കാൻ എളുപ്പം മീഥേനാണ് ഫസ്റ്റത്തെ ഇത് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് IUPAC നാമം എഴുതുമ്പോൾ നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർക്കുന്നു. പിന്നെ പ്രത്യേകമായിട്ട് ഏതാണ്? ഓയിക് ആസിഡ് എന്ന് ചേർക്കുന്നു. OIC ഓയിക് ആസിഡ് എന്താണ് ചേർക്കുന്നത്? ഓയിക് ആസിഡ് എന്ന് ചേർക്കുന്നു. ഇപ്പൊ HCOH ഒന്നാമത്തെ നമ്മൾ എക്സാമ്പിൾ എഴുതിയത് HCOH മീഥെയിൻ. മീഥെയിൻ്റെ METHANE അവിടെ ഈ മാറിയിട്ട് എന്ത് ചേർത്താൽ മതി? നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർക്കുക. ഓയിക് ആസിഡ്. ഇപ്പൊ ഇതെന്തായി? ഓയിക് ആസിഡ് ചേർത്തപ്പോ മെത്തനോയിക് ആസിഡ്. അപ്പൊ ഇതിന്റെ എങ്ങനെ നമ്മൾ നാമകരണം ചെയ്യാം? മീഥെയിനിലെ ഈ മാറ്റിയിട്ട് അവിടെ പിൻപ്രത്യയം ഏതാണ് ചേർക്കണ്ടേ? ഓയിക് ആസിഡ് എന്നാണ് ചേർക്കുന്നത്. അപ്പൊ മെത്തനോയിക് ആസിഡ്. ഇതെങ്ങനെ വായിക്കാം? മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് എന്ന് ചേർക്കാം. അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. CH3COOH. അപ്പൊ ഇത് രണ്ടാമത്തെ ഈഥെയിൻ ആണല്ലേ. ഈഥെയിനിലെ 2 കാർബൺ വരുമ്പോ മെത്തത്ത് അല്ലെ. ഈതെന്ന് പറയുന്നു ഈഥെയിനില്. അപ്പൊ എങ്ങനെ ഇത് ചേർക്കാം? ഇത് മെത്തനോയിക് ആസിഡ് ആണെങ്കിൽ എഥനോയിക് ആസിഡ് എന്ന് എഴുതാം. അപ്പൊ ഓയിക് ആസിഡ് എന്ന് എഴുതിയാൽ മതി. എഥനോയിക് ആസിഡ് രണ്ടാമത്തെ. ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. CH3CH2COOH നോക്കിയേ. പ്രൊപ്പ് 3 വരുമ്പോ പ്രൊപ്പനോയിക് ആസിഡ്. എങ്ങനെ എഴുതാം? പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ്. അപ്പൊ കോമൺ ആയിട്ട് ഇത്ര നിങ്ങൾ ഓർക്കുക. കാർബോക്സിൽ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഏതാണ്? COOH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നതിനാണ് കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എഴുതുമ്പോൾ ഈ മാറിയിട്ട് മീഥെയിൻ ഈ മാറിയിട്ട് അവിടെ എന്താണ് പിൻപ്രത്യയമായിട്ട് ചേർക്കേണ്ടത്? ഓയിക് ആസിഡ് എന്ന് ചേർക്കുക. മീഥെയിനിൽ ഈ മാറി എഴുതുമ്പോൾ മെത്തനോയിക് ആസിഡ്. രണ്ടാമത്തെ ഈഥെയിൻ ഇതിലെ എത്തനോയിക് ആസിഡ്. മൂന്നാമത്തെ പ്രൊപ്പൈൻ്റെ വരുമ്പോൾ പ്രൊപ്പനോയിക് ആസിഡ്. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓയിക് ആസിഡ് എഴുതുക. ഇവിടെ ഏതാണ്? നമ്മൾ ഒന്നാമത്തെ ആൽക്കഹോളിൽ ഈ മാറിയിട്ട് ഏതെന്ന് എഴുതാം? ON എന്ന് ചേർക്കാം. ഓക്കെ, നമുക്കിതിന്റെ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാം. കുറച്ച് നമുക്ക് തന്മാത്ര വാക്യം, അതിന്റെ ഘടനയും IUPAC നാമവും സാധാരണ കോമൺ നെയിമാണ് നോക്കുന്നത്. 2-3 സംയുക്തങ്ങളുടെ നമുക്കൊന്ന് പഠിക്കാം. തന്മാത്ര വാക്യം. ഇപ്പൊ നമ്മളിത് പറഞ്ഞത് തന്നെ. തന്മാത്ര വാക്യം നമ്മൾ ഇവിടെ എഴുതി. തന്മാത്ര വാക്യം. രണ്ടാമത്തെ അതിന്റെ ഘടന, സ്ട്രക്ചർ എങ്ങനെയാണ്? ഘടന. മൂന്നാമത്തെ IUPAC നാമം. PAC നാമം കോമൺ നെയിം. കോമൺ നെയിം സാധാരണ നാമമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഒന്നാമത്തെ HCOH മീഥെയിൻ്റെ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം? കാർബണിന്റെ ഇത് നമ്മൾ ഇത് ഘടന എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക കാർബണിന്റെ വാലൻസി എത്ര എണ്ണാണ്? കാർബണിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 4 എണ്ണാണ് അല്ലെ. ഇവിടെ ഡബിൾ ബോണ്ട് O, ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഘടന. IUPAC നാമം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് എന്നാണ് പറഞ്ഞത്. മെത്തനോയിക് ആസിഡ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ നോക്കാം. തന്മാത്ര വാക്യം, അതിന്റെ ഘടന, പിന്നെ IUPAC നാമം മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡിനെ സാധാരണയായിട്ട് അറിയപ്പെടുന്ന ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ഫോമിക് ആസിഡ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോമിക് ആസിഡ്
ആസിഡ് എന്നറിയപ്പെടുന്നത്, ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? മെഥനോയിക് ആസിഡ് ആണ്. മെഥനോയിക് ആസിഡ് ആണ് ഫോമിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കാം. CH3COH, കാർബൺ 4 വാലൻസ് വരുന്ന രീതിയിൽ ഡബിൾ ബോണ്ട് O, COH ആണ് ഇത് കേട്ടോ. ഇത്രയും ഭാഗമാണ് ഈ COH എന്ന് പറയുന്നത്. COH, ഇവിടെ CH3 വന്നു അല്ലേ. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, ഘടന. ഇത് ഏതാണ്? ഇത് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ് അറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ്. കോമൺ നെയിം എന്താണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അപ്പൊ അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? എത്തനോയിക് ആസിഡ് ആണ്. അപ്പൊ എത്തനോയിക് ആസിഡ് അറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നു. പിന്നെ മൂന്നാമത്തെ നമുക്ക് നോക്കാം. CH3CH2COH. ഈ COH ഇത് ആദ്യം തന്നെ നമ്മൾ എഴുതാം. കാർബൺ ഡബിൾ ബോണ്ട് OH. ഇതാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്ന COHൻ്റെ. ഇനി ഇവിടെ എത്രയുണ്ട്? CH3CH2 അല്ലേ. ഈ CH3CH2 ഇവിടെ എടുത്ത് എഴുതാം. CH3CH2 ഇപ്പോൾ സ്ട്രക്ചറായി. ഓക്കെ, സ്ട്രക്ചർ ഇതെന്താണ്? പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നു. പ്രൊപ്പോണിക് എന്നാണ് ഇതിൻ്റെ, പ്രൊപ്പോണിക് ആസിഡ് എന്നാണ് ഇത് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. പ്രൊപ്പോണിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ആസിഡ് എന്ന് സാധാരണ നെയിം, ആസിഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മുടെ 3 എണ്ണമാണ് നമ്മൾ എഴുതിയത്. ഇതിൻ്റെ തന്മാത്രവാക്യം, അതിൻ്റെ സ്ട്രക്ചർ നോക്കി, IUPAC നാമം നോക്കി, കോമൺ നെയിം. ഫോമിക് ആസിഡ് മെഥനോയിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് അറിയപ്പെടുന്നത്, സാധാരണ അറിയപ്പെടുന്ന അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നു. പ്രൊപ്പനോയിക് ആസിഡ് പ്രൊപ്യോണിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇപ്പം നമ്മൾ 2 എണ്ണമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെയാണ് നോക്കാൻ പോകുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് മൂന്നാമത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ CHO ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെയാണ് ആൽഡിഹൈഡുകൾ എന്ന് പറയുന്നത്. CHO, അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? CHO. CHO ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളാണ്. CHO ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെ നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ നമ്മൾ IUPAC നാമം എഴുതുമ്പോൾ അതിൽ പിൻ പ്രത്യയമായിട്ട് ചേർക്കുന്നത് AL എന്ന് ചേർക്കുന്നു. ഇത് നോട്ട് ചെയ്യാം. പിൻ പ്രത്യയമായിട്ട് ഏതാണ്? AL എന്ന് ചേർക്കുന്നു. ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ നമ്മൾ IUPAC നാമം എഴുതുമ്പോൾ എന്താണ്? AL പിൻ പ്രത്യയമായിട്ട് ചേർക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ HCHO. അപ്പോൾ നമുക്ക് അതിൻ്റെ മീഥൈൻ ആണല്ലേ, ഫസ്റ്റത്തെ മീഥൈൻ HCHO. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ എഴുതാം? കാർബൺ ഡബിൾ ബോണ്ട് OH. നോക്കുക, കാർബണിന്റെ വാലൻസി എപ്പോഴും 4 ആണ്. 1 2 3 4. HCHO ഇത് ഏറ്റവും സിമ്പിളാസ്റ്റ് ആയിട്ട് C2H4 മീഥൈൻ ആണ് HCHO എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഏതാണ് ചേർക്കുന്നത്? HCHO എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. ഇപ്പം ഇതിൽ നമ്മൾ മീഥൈൻ എഴുതാം, എന്നിട്ട് അതിൻ്റെ മാറ്റം നമുക്ക് METHANE മീഥൈൻ. ഇതിൽ ഈ മാറ്റിയിട്ട് AL ചേർക്കുന്നു. അപ്പോൾ പിൻ പ്രത്യയമായിട്ട് ഏതാ ചേർക്കുന്നത്? AL എന്ന് ചേർക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ പറയാം? മെഥനാൾ എന്ന് പറയാം. എന്താണ്? മെഥനാൾ.
മെത്തനാൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ മാറിയിട്ട് അവിടെ ഏതാണ് പിൻപ്രത്യയം വരുന്നത്? AL പിൻപ്രത്യയമായിട്ട് ചേർക്കുന്നു, അതിനെ മെത്തനാൾ എന്ന് പറയുന്നു. ഈ മെത്തനാൾ എന്ന് പറയുന്നത് ഏതാണ്? IUPAC നാമമാണ്. IUPAC നാമമാണ് മെത്തനാൾ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി അറിയപ്പെടുന്ന ഫോർമാൽഡിഹൈഡ് എന്നറിയപ്പെടുന്നു. അതുകൂടി നമുക്ക് അതിൻ്റെ ഒപ്പം എഴുതാം. ഫോർമാൽഡിഹൈഡ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിനകത്ത് ഏതാണ് പിൻപ്രത്യയമായി ചേർക്കുന്നത്? AL എന്ന് ചേർക്കുന്നു. AL മീഥേൻ. അപ്പൊ അവിടെ ഈ മാറ്റിയിട്ട് നമ്മൾ ഏതാണ്? AL എന്ന് ചേർക്കുന്നു. അപ്പം എഴുതുന്ന മെത്തനാൾ എന്ന് പറഞ്ഞ IUPAC നാമമാണ്. അതിന്റെ സാധാരണ നാമം കോമൺ നെയിം എന്നറിയപ്പെടുന്ന ഫോർമാൽഡിഹൈഡ് ആണ്. ഇതാണ് ഫോർമാൽഡിഹൈഡ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. CH3CHO. ഇങ്ങനെ സ്ട്രക്ചർ എഴുതാം. C 2 കാർബൺ, ഡബിൾ ബോണ്ട് OH, ബാക്കി എല്ലായിടത്തും നമ്മൾ ഹൈഡ്രജൻ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഹൈഡ്രജൻ വാലൻസി എപ്പോഴും നോക്കുക. കാർബണിന്റെ വാലൻസി 4 അപ്പൊ ഇതിന് ഈഥെയ്നാണ്. ഈഥെയ്നിൽ ഈ മാറി ഏതെന്ന് ചേർക്കുന്നു? AL എന്ന് ചേർക്കുന്നു. ETHAN മാറിയിട്ട് AN. അപ്പൊ ഇതെങ്ങനെ വായിക്കാം? മെത്തനാൾ എന്ന് പറയുന്നു. മെത്തനാൾ അല്ല, രണ്ടാമത്തെ അല്ലേ, 2 കാർബൺ അല്ലേ, ഇതാണ് വരുന്നത്. അപ്പൊ എത്തനാൾ എന്ന് എഴുതുന്നു. എത്തനാൾ എന്ന് പറയുന്നത് ഏതാണ്? IUPAC നാമമാണ്. എഥനാൾ എന്ന് പറയുന്നത് IUPAC നാമമാണ്. അതിന്റെ സാധാരണ നാമം എന്നറിയപ്പെടുന്ന അസറ്റാൽഡിഹൈഡ് ആണ്. അസറ്റാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. മീഥൈൻ്റെ ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ ഈ മാറിയിട്ട് അവിടെ ചേർക്കുന്ന പ്രത്യയം എന്ന് പറയുന്നത് പിൻപ്രത്യയമാണ്. AL എന്ന് ചേർക്കുന്നു. അപ്പൊ മീഥൈനിലെ ഈ മാറി മെത്തനാൾ എന്ന് എഴുതി, ഈഥൈനിൽ ഈ മാറിയിട്ട് എത്തനാൾ എന്ന് എഴുതി. മെത്തനാൾ എന്നറിയപ്പെടുന്നത് ഫോർമാൽഡിഹൈഡ്, കോമൺ നെയിം ഫോർമാൽഡിഹൈഡ്. എത്തനാൾ എന്ന് പറയുന്ന IUPAC നാമമാണ്. അതിന്റെ സാധാരണ നാമം എന്നറിയപ്പെടുന്ന അസറ്റാൽഡിഹൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത് അല്ലേ? 3 ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്നതാണ്. അപ്പോൾ മെത്തനോളും എഥനോളും നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു കോമൺ അറിയപ്പെടുന്ന പേരും കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. CH3OH എന്താണ്? മെത്തനാൾ. OL ആണ് അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ചേർത്തത് അല്ലേ? മെത്തനാൾ. അത് സാധാരണയായിട്ട് അറിയപ്പെടുന്ന വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ചോദിച്ചിട്ടുണ്ട്, വുഡ് സ്പിരിറ്റ്. അതും കൂടി ഇതിൻ്റെ ഒപ്പം നമുക്ക് പഠിക്കാം. മെത്തനാൾ അറിയപ്പെടുന്ന വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ, വുഡ് സ്പിരിറ്റ്. അടുത്ത് CH2OH. ഇതേതാണ്? എത്തനാൾ ആണല്ലേ? എത്തനാൾ എന്താണ് അറിയപ്പെടുന്നത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ഇത് രണ്ടും കൂടി ഇതിൻ്റെ ഒപ്പം നമ്മളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ വിവിധ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിച്ചത്. 3 ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, പിന്നെ രണ്ടാമത്തെ കാർബോക്സിലിക് ആസിഡുകൾ, പിന്നെ മൂന്നാമത്തെയാണ് ആൽഡിഹൈഡുകൾ. അപ്പോൾ അതിനകത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നമ്മൾ ഏതാണ് പ്രത്യേകം വരുന്നത്? OH ആണ് അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ആൽക്കഹോളുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നാമം എഴുതുമ്പോൾ ഈ മാറിയിട്ട് അവിടെ ഏത് ചേർക്കണം? OL എന്ന് ചേർക്കുന്നു. രണ്ടാമത്തെയാണ് കാർബോക്സിലിക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡുകൾ വരുന്നത്.
അതിലേതാണ് COOH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നു. അവിടെ പിൻപ്രത്യയമായിട്ട് ഏതാ നമ്മൾ ചേർത്ത് ഓയിക് ആസിഡ് ഓയിക് ആസിഡ് എന്ന് ചേർക്കുന്നു. പിന്നെ മൂന്നാമത്തെയാണ് നമ്മൾ പഠിച്ച ആൽഡിഹൈഡുകൾ. ആൽഡിഹൈഡിൽ CHO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. അവിടെ നമ്മൾ അതിന്റെ നാമം എഴുതുമ്പോൾ ഈ മാറി അവിടെ പിൻപ്രത്യയം ഏതാ ചേർക്കുന്നത് മെഥനാൽ അല്ലെ AL എന്ന പ്രത്യയം ചേർക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത്. ബാക്കിയത്തെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച 3 നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ റെഗുലർ ആയിട്ട് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക്